എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ലോകത്തിലെ ആദ്യത്തെ സ്കൂൾ ഉണ്ടായിരുന്നത് 23rd BC-യിൽ മെസപ്പൊട്ടേമിയയിലുള്ള കിങ്ഡത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്കൂൾ ഉണ്ടാക്കിയെടുത്തതിന്റെ ഉദ്ദേശം എല്ലാവർക്കും നോളജ് നൽകുക എന്നതായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ഈ വിശ്വാസമുണ്ടായിരുന്നു, സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോളജ് ലഭിക്കും, അതിലൂടെ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് മാറും. അതേപോലെയുള്ള വിശ്വാസം ഇന്നും മനുഷ്യർ കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ അറിവും ലഭിക്കും എന്നാണ്. എന്നാൽ റിയാലിറ്റി ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂളുകളിൽ നമുക്ക് എഡ്യൂക്കേഷൻ മാത്രമാണ് നൽകുന്നത്, നോളജ് നൽകുന്നില്ല. ഈ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്കിന്റെ തിയറി നൽകിയ റിച്ചാർഡ് ഫെയ്ൻമാൻ പറഞ്ഞു, നെവർ കൺഫ്യൂസ് എഡ്യൂക്കേഷൻ വിത്ത് ഇന്റലിജൻസ്. യു ക്യാൻ ഹാവ് എ PhD ആൻഡ് സ്റ്റിൽ ബി ആൻ ഇഡിയറ്റ്. അതായത് എഡ്യൂക്കേഷനും ഇന്റലിജൻസും തമ്മിൽ ഒരിക്കലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾക്ക് PhD വരെ എടുക്കാം, എന്നാൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഒരു വിഡ്ഢിയായി തന്നെ തുടരുന്നതായിരിക്കും എന്നാണ് അർത്ഥം. എന്നാൽ ഇതിനർത്ഥം സ്കൂളിലെ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നൊന്നുമല്ല കേട്ടോ. എന്തുകൊണ്ടെന്നാൽ സ്കൂളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം തരുന്നത്. അതായത് നമ്മുടെ തിങ്കിങ് ലെവൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയും ഉണ്ട്. അഥവാ സ്കൂളിൽ നിന്ന് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കേണ്ടി വരില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു വാക്കൻസി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ നിങ്ങളെ പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പറേഷൻ എടുത്തോളൂ. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്പെടുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്യൂച്ചറിന് വളരെ ഉപയോഗം ചെയ്യുന്നതായത് കാരണത്താൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ശ്രദ്ധയോടെ കാണണം. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എന്നാൽ പുസ്തകങ്ങൾ വായിക്കുവാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കേൾക്കുക. അതും മലയാളത്തിൽ ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. മലയാളത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ചില പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, മോഡൽസ് എന്ന പുസ്തകം. നിങ്ങൾ പ്രണയത്തിന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുമായി സൗഹൃദം സൃഷ്ടിക്കുന്നതിലാകട്ടെ ഇതിലെല്ലാം ഫെയിൽ ആകുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മോഡൽസ് എന്ന പുസ്തകം. ഇതുകൂടാതെ ഒരു പുതിയ ശീലം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം. നമ്മൾ പുതിയ ശീലങ്ങൾ ആരംഭിക്കാത്തതിന്റെ കാരണം നമ്മൾ അത് പൂർത്തിയാക്കില്ല എന്ന് പേടിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്ന ചില ശീലങ്ങളുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ശീലങ്ങൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കുന്ന മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് അടുത്ത പുസ്തകം. അതുപോലെ തന്നെ ബിസിനസ് സംരംഭകർക്ക് ഇടയിലെ ഒരു നക്ഷത്രമായി നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ, പുതിയൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ച ഒരു ബിസിനസിനെ മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് 0 to 1 എന്ന പുസ്തകം. ഈ 3 ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 615 രൂപയായിരിക്കും അതിന് ചെലവ് വരിക. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിലൂടെ ഈ 3 ഓഡിയോ ബുക്സിനെയും ചേർത്ത് ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് 72 മണിക്കൂർ നേരത്തേക്ക് വേണ്ടി മാത്രം നൽകുകയാണ്. ഈ 3 ബുക്സ് ഒരുമിച്ച് നിങ്ങൾ കോംബോ ഓഫറിലൂടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വെറും 499 രൂപ മാത്രമാണ് ചെലവാകുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ കോംബോ ഓഫർ 72 മണിക്കൂറിനകം തീരുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഈ 3 ബുക്സും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും സ്കൂളിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു തരില്ല. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മൊബൈൽ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും, പിന്നെ ആ മൊബൈൽ നിങ്ങളുടെ ടീച്ചർ പിടിച്ചിട്ടുണ്ടാവും, പിന്നെ അതിന് പണിഷ്മെൻറ്റും കിട്ടിയിട്ടുണ്ടാകും. ഒരുപക്ഷെ മൊബൈൽ ഇനി ഒരിക്കലും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങി ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇതേ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നോളജ് അക്വയർ ചെയ്യാം, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഇതെവിടെയെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ ഒരിക്കലും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ സ്കൂളിൽ ആരും ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, അഥവാ നിങ്ങളുടെ മാർക്ക് എങ്ങാൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും, നിന്റെ മാർക്ക് ഇത്രയും കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ നല്ലൊരു ജോലി കിട്ടില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ സ്കൂളിലും കോളേജിലും നമുക്കൊരു ജോബ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമാണ് ചെയ്യുന്നത്.
എന്നാൽ സ്കൂളിലോ കോളേജിലോ നമുക്ക് ഈ ഐഡിയ പറഞ്ഞു തരുന്നേ ഇല്ല. അതായത് മറ്റൊരാളുടെ കമ്പനിയിലോ മറ്റൊരാളുടെ സ്ഥാപനത്തിലോ ജോലി ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു തരുന്നില്ല. എന്നാൽ ഈ കാലത്ത് ലോകം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇൻ്റർനെറ്റും ടെക്നോളജിയും എല്ലാം അത്രയും വികസിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ജോബ് നേടാനുള്ള ട്രിക്കുകൾ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ട്രഡീഷണൽ മെത്തഡുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ എപ്പോഴും വാക്കൻസി തേടി നടക്കുന്ന ഒരാളായിട്ട് മാറും. എന്നാൽ ഇക്കാലത്ത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആരെല്ലാം വാക്കൻസി തേടി നടക്കുന്നുണ്ടോ അവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ചില ജോലികളെ എങ്ങനെയാണ് ആ ജോലി നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. ഉദാഹരണത്തിന് ഡോക്ടറായി മാറുക, ലോയറായി മാറുക, പൈലറ്റായി മാറുക, പോലീസിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക. ഇങ്ങനെയെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. അങ്ങനെ സ്വപ്നമുണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോവുകയുമുള്ളൂ. എന്നാൽ നിങ്ങൾക്കൊരു ധനികനായി മാറണമെങ്കിൽ ഇത്തരം ജോലികളല്ലാതെ മറ്റു പല വഴികളുമുണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻസിനോട് പറയുകയാണ്, സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം നിങ്ങൾ മറ്റ് പല സ്കില്ലുകളും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ സ്കില്ലുകൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കരിയർ ഉണ്ടാക്കുന്നതിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്പർ 2, they don't teach how to educate yourself in personal finance. സ്കൂളുകളിൽ എന്തെങ്കിലും സ്കില്ല് പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഏതെങ്കിലും ജോബ് നേടിത്തരികയും ചെയ്യുമായിരിക്കാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ സമ്പാദിക്കുന്ന പണം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരികയില്ല. ഈ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. സ്കൂളിൽ നിന്ന് കണ്ടീഷൻ ചെയ്യപ്പെട്ടൊരു മനസ്സുള്ളത് കാരണത്താൽ പലരും വളർന്നു വലുതാകുമ്പോൾ ഒരു പ്രത്യേക ട്രാപ്പിലേക്ക് പെട്ടുപോകും. 9 to 5 ജോബ് ചെയ്താൽ മാത്രമേ സമ്പാദിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്താഗതിയിൽ പെട്ടുപോകും. എന്നിട്ട് 9 to 5 ജോലിയും ചെയ്തുകൊണ്ട് ഒരു ദിവസം ഞാനൊരു വലിയ ധനികനാകും എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സ്കൂളിൽ നിന്ന് നമുക്ക് ഇത്ര മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, എങ്ങനെയാണ് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുക, പിന്നെ എങ്ങനെയാണ് മാസം മാസം ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുക എന്ന്. ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെയാണ് ഫിറ്റായി മാറേണ്ടത് എന്നുള്ളത് മാക്സിമം ഒരു സ്കൂളുകളിലും പഠിപ്പിക്കുന്നില്ല. ഇതിനർത്ഥം നിങ്ങൾ ഫൈനാൻസിന്റെ കാര്യത്തിൽ ഒരു PhD എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നല്ല. നിങ്ങൾക്ക് ഫൈനാൻസിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേസ്റ്റായി പോകുന്ന ചിലവുകളെ നിങ്ങൾക്ക് ചുരുക്കുവാൻ കഴിയും. നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്കൂളുകളിൽ നിന്നെടുത്ത വിദ്യാഭ്യാസം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇൻ്റർനെറ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതെല്ലാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 3, they don't teach how to invest in assets. നമുക്കറിയാം, ഒരുവിധം എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക: ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ്. ഇതിൽ കൊമേഴ്സ് ഗ്രൂപ്പിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റിനെ കുറിച്ച് കുറച്ചെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നാൽ സയൻസോ ആർട്സോ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനേ കഴിയില്ല. ഇനി നിങ്ങൾ കൊമേഴ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ആവശ്യമുള്ളതിൻ്റെ ഒരു 5%, 10% മാത്രമേ അതിൽ നിന്ന് പഠിക്കാനും കഴിയൂ. വാസ്തവത്തിൽ വെൽത്ത് ക്രിയേറ്റ് ആവണമെങ്കിൽ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്ന് പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫിറ്റാകാനും സാധിക്കൂ. നിങ്ങളുടെ ജീവിതം ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയൂ. എന്നാൽ എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാക്കിയെടുക്കുക? ഈ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അസറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ആദ്യം ഉണ്ടായിരിക്കേണ്ടി വരും. ആദ്യമേ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ, ഒരൊറ്റ ഇൻകം സോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ധനികനാകാൻ കഴിയില്ല. നിങ്ങൾക്ക് ധനികനാകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ നിങ്ങൾക്ക് പണം വരുന്ന സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഈ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് സൃഷ്ടിക്കുവാൻ പല വഴികളുമുണ്ട്. ഈ പല വഴികളിലൂടെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീട് ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യുക. എന്നിട്ട് ആ വീടിനെ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന വാടക നിങ്ങൾക്ക് വലിയ ഒരു സമ്പാദ്യമായി കൊണ്ടേയിരിക്കും. എന്നാൽ ഒരുപാട് പേർക്ക് ഒരു വീട് സ്വന്തമായി വാങ്ങിക്കാനുള്ള ബജറ്റേ കയ്യിലുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഏത് അസറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പണം ഉണ്ടാക്കുക? സമയവും എനർജിയും പൈസയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരംഭിക്കാം. നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ധനികനാവുക എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരികയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, they don't teach how to negotiate higher salary. സ്കൂളുകളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നല്ല എംപ്ലോയി ആയിട്ട് എങ്ങനെ മാറാം, നിങ്ങളുടെ ടാസ്കുകളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തരുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ ഒരിക്കലും ഈ കാര്യം പഠിപ്പിച്ചു തരില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിന് എത്ര ചാർജ് ഈടാക്കാൻ പറ്റുമെന്ന്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു കമ്പനിയെയോ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരില്ല. എന്നാൽ ഈ കാര്യം നിങ്ങൾക്ക് റിയൽ വേൾഡിൽ വളരെ ആവശ്യം വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്കില്ലായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലിന്റെ വാല്യൂ കൃത്യമായി അറിയില്ല എങ്കിൽ
നിങ്ങൾക്ക് ചെറിയ വേതനം നൽകിക്കൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങും. എന്നാൽ കാലം കുറെ കടന്നുപോയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുകയും നിങ്ങൾക്ക് കൂടുതൽ സാലറി വേണമെന്ന് തോന്നുകയും ചെയ്താലും നിങ്ങൾക്കത് ഒരിക്കലും അവതരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കുറഞ്ഞ വേതനം പറ്റിക്കൊണ്ട് കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോർപ്പറേറ്റ് വേൾഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നെഗോഷിയേഷൻ സ്കിൽസ് പഠിച്ചെടുക്കുക തന്നെ വേണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന ഒറ്റ സ്കില്ലുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്കില്ലും പഠിച്ചെടുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. സോ ഇതാണ് നമുക്ക് സ്കൂളിൽ ഒരിക്കലും പഠിപ്പിക്കാത്ത 4 കാര്യങ്ങൾ. എന്നാൽ ഈ കാര്യങ്ങൾ പഠിക്കാതെ നമുക്ക് റിയൽ വേൾഡിൽ സർവൈവ് ചെയ്യാൻ പോലും പറ്റുകയുമില്ല. അതിനാൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മുതൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.